നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ഒരു 6 മാസത്തെ ബ്രേക്കിനെ പറ്റി സംസാരിച്ചു. ഈ ഒരു സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ബിസിനസ് രംഗം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യണം, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട്, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യു ടേക്കൺ ഫോർ യുവർ സെൽഫ്? ആ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ബ്രേക്ക് എന്ന് പറഞ്ഞത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സമയം. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ പീരീഡ് എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ ഇത്ത, കരയാനുള്ള അല്ല. ഈ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ യു വോണ്ട് ടു ബി വെരി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്. എനിക്കത് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് ലൈക്ക് ഐ എം വെരി പ്രിവിലേജ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ആ ഒരു ബ്രേക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം അത് തന്നെയായിരിക്കും. അത്രയും വലിയ സ്ട്രഗിളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ നേരിടേണ്ടി വന്നു എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പറയുമ്പോൾ ഇമോഷണൽ ആവുമെങ്കിലും ഹാപ്പി. ഇപ്പം ഞാനത് വിചാരിക്കുമ്പോൾ ചിലത് നല്ലതാണ്. നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പം അതിൻ്റെ ഒരു മോശം വശം മാത്രം നമ്മൾ കാണാൻ പാടില്ല അല്ലേ. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ്. വീഴ്ചയൊന്നും അല്ല, അതിന്ന് ഒരുപാട് പഠിച്ചിട്ടാണ് ജന്നത്ത് ബ്രേക്സ് വീണ്ടും വന്നിരുന്നത്. അതുകൊണ്ട് അത്രയും ഇപ്പോൾ ഒന്നൊരു പ്രശ്നമല്ല. ഇനി മുമ്പിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻ്റ്. സന്തോഷമുണ്ട് കേൾക്കുന്നതിൽ. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം ആളുകളുടെ അടുത്തേക്ക് എത്തുകയും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യും. ഒരു 6 മാസം അല്ലെങ്കിൽ ഇത്ര ഒരു ടൈം പീരീഡിൽ മൊത്തം ഡൗൺ ആയിട്ട്, പക്ഷെ അവിടെ വീണ് പോകേണ്ടതല്ല, ഒരു തോറ്റു പോയിട്ട് ഇരിക്കേണ്ടതല്ല, അത് വേറൊരു ചാപ്റ്റർ മാത്രമായിരുന്നു. അവിടുന്ന് അഗെയിൻ ഒരു റീബർത്ത് പോലെ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങേണ്ടതുള്ളൂ അല്ലേ. അതിൻ്റെ നല്ലതും എല്ലാം എല്ലാ സ്ട്രഗിളും പല പ്രതിസന്ധിയും മറികടക്കേണ്ടതായിട്ട് വരും. അതെല്ലാം മാനസികമായി അതിന് ഇനിയിപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പോൾ ലേഡീസ് ആയാലും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അടുക്കളയിലിരിക്കുന്ന പല സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ നോക്കുന്ന സ്ത്രീകൾ, അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സോ ഇവർ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, നമുക്ക് ചെയ്യാനുള്ള എന്താണ്, അവർക്ക് ഒരു പ്രചോദനം പോലെ എന്താണ് കൊടുക്കാനുള്ളത്? ഏതൊരു ലേഡിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അല്ലേ, എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും. നമ്മൾ ഒന്നുമില്ലാന്ന് വരുന്ന ഇപ്പോൾ എൻ്റെ ഉമ്മയായാലും വീട്ടമ്മയാണ് അല്ലേ, എന്നാലും ഉമ്മാക്ക് ഉമ്മാൻ്റേതായ നമ്മൾ അത്രയും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഉള്ള കഴിവിനെ നമ്മളൊരു പാഷനായിട്ട് അത്രയും നമ്മൾ പറയാറില്ലേ, അതിതീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കും. ട്രൈ ചെയ്താൽ സാധിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ സാധിക്കും. ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോഴും അവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ ഉള്ള കഴിവ് എന്താണോ അതിനെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയണം, സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. വേറെ ആരെങ്കിലും വന്ന് മോട്ടിവേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കരുത്. ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. ഇനി പുറത്തിറങ്ങി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ഞാൻ പറഞ്ഞ പോലെ പക്ക ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ അതിനൊക്കെ തയ്യാറെടുത്ത് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മളത് നേരിടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഏത് വീഴ്ച വന്നു കഴിഞ്ഞാലും അതിൻ്റെ മോശം വശം മാത്രം കാണാതെ അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം.
എല്ലാം ഒരു ലൈഫിൽ ഉണ്ടാവുന്ന എന്തൊരു അത്രേ ഉള്ളൂ. അത് ഒരു എക്സ്പീരിയൻസ് ഒരു ആയിട്ട് എക്സ്പീരിയൻസുമാണ്. അതെ, ഈ എക്സ്പീരിയൻസിലാണ് നമ്മൾ കുറച്ചും കൂടി ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിൽക്കും. ഈ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുമാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത്, സ്ട്രോങ് ആക്കുന്നത്. സോ എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ കഴിവുകൾ തിരിച്ചറിയുക, മുന്നോട്ടേക്ക് വരാം. സോ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആണോ പെണ്ണോ, നമുക്കിതിൽ അങ്ങനെ ജെൻഡർ ഒന്നുമില്ല, അതെ അതെ, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ള നിലയിൽ? എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയാം. അതെ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ്, ഏത് കാര്യവും തീരുമാനിക്കാനുള്ള ഒരു കറക്റ്റ് ടൈമിൽ തീരുമാനിക്കാനുള്ളൊരു ആ ഒരു കഴിവ്. കാരണം അത് നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്കത് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഒന്ന് ഫൈനാൻഷ്യലി ലോസ് വരും, രണ്ട് നമ്മളെ ടൈം, അതിനേക്കാൾ വാല്യുബിൾ ആണ് ടൈം ആൻഡ് എഫേർട്ട്. ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അതെ, നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് കംപ്ലീറ്റ് പോവും. അപ്പോൾ തീരുമാനിക്കേണ്ടത് ആ ഒരു ഇത് അപ്പം തന്നെ എടുത്തോളാം, ആ ഒരു ടൈമിൽ തന്നെ എടുത്തോളാം. നാളെ എന്നില്ലേ ആ ഒരു സമയത്തേക്ക് നീട്ടി വെക്കാൻ പാടില്ല. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം എടുത്തോളാം. എന്ത് തീരുമാനിക്കാലും അപ്പം തന്നെ ചെയ്തോളാം. ബിസിനസ്സിലോട്ടുള്ളത് ഞാൻ പറയുന്നത്, തീരുമാനം പിന്നെ അല്ലെങ്കിൽ നാളെ ചെയ്യാം, നാളെ ആവാം. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ എക്സ്പീരിയൻസാണിത്. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് ട്രസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏത് കാര്യവും ആൾക്കാർ വാക്കുകൾ കൊണ്ട് പറയുന്നത് കേട്ടിട്ട് ഒന്നിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇനിയിപ്പോൾ ലേഡീസ് ആയാലും, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുന്ന ലേഡീസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഏത് കാര്യവും ആരുടെയും വാക്ക് കേട്ടിട്ടൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അഥവാ ചെയ്യുമ്പം തന്നെ പറയുന്ന വാക്കുകൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. എല്ലാം എഴുത്തിലൂടെ ആയിരിക്കണം എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ ഒരു പ്രോപ്പർ വേ. വാക്കുകൾ കേട്ടിട്ട് ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. ഒരാളുടെ മോഹവാഗ്ദാനത്തിലും വീണു പോകരുത്. ഒരു വലിയൊരു ബ്രേക്ക് എടുത്തു, അതിന്നൊരു ഫിനിക്സ് ബേർഡിനെ പോലെ തന്നെ അഗെയിൻ പുറത്ത് വന്നു. നമ്മുടെ UAE മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ തന്നെ അഗെയിൻ ക്രിയേറ്റഡ് ദ ജന്നത്ത് ബേക്സ്, ആ ഒരു പേര് അഗെയിൻ ആളുകളിലേക്ക് എത്തിച്ചു, പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ എന്ന് പറഞ്ഞ പോലെ. സോ യു ആർ റിയലി ഹാപ്പി അബൌട്ട് ദിസ്, റൈറ്റ്? ഇനി പറഞ്ഞൊരു എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ, എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പം ക്രീം ബണ്ണുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നറിയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നില്ല. പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ, വരാനിരിക്കുന്നത് വലിയ സന്തോഷങ്ങളും വലിയ മധുരങ്ങളുമാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ മൂവി വേൾഡിൻ്റെ കൂടെ ചെലവഴിച്ചതിനും. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, ഐ എം സോ ഗ്ലാഡ് ടു ബി വിത്ത് യു ഹിയർ. ഹെർ വോയിസ് എന്ന സെഗ്മെൻറ്റിന് എന്തുകൊണ്ടും ഒരു ഫസ്റ്റ് ഗസ്റ്റ് എന്ന നിലയിൽ തന്നെ താങ്കൾ ഇവിടെ ഇരിക്കാൻ ആപ്റ്റാണ്. ബിക്കോസ് അത്രയും താഴ്ചയിൽ വന്നു, എഗെയിൻ മുകളിലേക്ക് കയറി വന്നു. ആ ഒരു ഗ്രോത്ത് നമുക്ക് വിസിബിളാണ്, ആളുകൾ അറിയാണ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ കയ്യടി വാങ്ങിപ്പിച്ച ഒരു സ്ത്രീയാണ് നിങ്ങൾ. ഐ എം സോ ഗ്ലാഡ് ഫോർ ദാറ്റ്, ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ടുഡേ. താങ്ക് യു.